അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ചപ്യേതദേവ സ്ഫുടമൃതരസംഭോധി കല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തി മൂർത്തിം തേ സംശ്രയേഹം പവനപുരപതേ പാഹി മാം കൃഷ്ണ രോഗാത്. അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ചപ്യേതദേവ സ്ഫുടമൃതരസംഭോധി കല്ലോലതുല്യം സർവോത്കൃഷ്ടമഭീഷ്ടം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തി മൂർത്തിം തേ സംശ്രയേഹം പവനപുരപതേ പാഹി മാം കൃഷ്ണ രോഗാത്. 99-ാം ദശകം അവസാന ശ്ലോകം, അതായത് 10-ാം ശ്ലോകം ആണ് ഇപ്പോൾ ചൊല്ലിയത്. ശ്ലോകം വിസ്തരിക്കുമ്പോൾ തേ അവ്യക്തം സ്വരൂപം ദുരധിഗമതമം എന്ന് പറയണം. ശ്ലോകത്തില് അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം ശ്ലോകത്തിൽ പറയുന്നു. തേ അവ്യക്തം സ്വരൂപം ദുരധിഗമതമം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടെ വ്യക്തമല്ലാത്ത സ്വരൂപം, അതായത് ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയാത്തതായ സ്വരൂപം ആണ്. തേ അവ്യക്തം സ്വരൂപം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടെ വ്യക്തമല്ലാത്ത സ്വരൂപം, അതായത് ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയാത്തതായ സ്വരൂപം. ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയാത്തതായ സ്വരൂപം, അതാണ് പറഞ്ഞ തേ അവ്യക്തം സ്വരൂപം ദുരധിഗമതമം എന്നാണ്. ഗുരുവായൂരപ്പ അങ്ങയുടെ വ്യക്തമല്ലാത്ത സ്വരൂപം, അതായത് ബ്രഹ്മസ്വരൂപം എന്ന് പറയാം. അപ്പോ അങ്ങയുടെ വ്യക്തമല്ലാത്ത സ്വരൂപം, അതായത് ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയാത്തതായ സ്വരൂപം. ദുരധിഗമതമം എന്ന് പറയുമ്പോൾ ദുരധിഗമതമം എന്ന് പറയുമ്പോൾ അറിയുന്നതിനും പ്രാപിക്കുന്നതിനും വളരെയധികം പ്രയാസമുള്ളതാകുന്നു. അപ്പൊ തേ അവ്യക്തം സ്വരൂപം ദുരധിഗമതമം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടെ വ്യക്തമല്ലാത്ത സ്വരൂപം, അതായത് ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയാത്തതായ സ്വരൂപം. ദുരധിഗമതമം അറിയുന്നതിനും പ്രാപിക്കുന്നതിനും വളരെയധികം പ്രയാസമുള്ളതാകുന്നു. ഗുരുവായൂരപ്പ അങ്ങയുടെ സൗന്ദര്യത്തിന്റെ സത്തായ രൂപം, കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയുന്ന അങ്ങയുടെ രൂപം, അതിനെ അറിയാൻ വളരെയധികം എളുപ്പമാണ് എന്നാണ്. അപ്പോൾ തേ അവ്യക്തം സ്വരൂപം ദുരധിഗമതമം എന്ന് പറയുമ്പോൾ അങ്ങയുടെ വ്യക്തമല്ലാത്ത സ്വരൂപം, അതായത് ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയാത്തതായ സ്വരൂപം. ദുരധിഗമതമം അറിയുന്നതിനും പ്രാപിക്കുന്നതിനും വളരെയധികം പ്രയാസമുള്ളതാകുന്നു.
ശുദ്ധൈക സത്വം തത്തു വ്യക്തം. ശുദ്ധൈക സത്വം തത്തു വ്യക്തം എന്ന് പറയുമ്പോൾ ഏറ്റവും നിർമ്മലമായ സത്വഗുണം മാത്രമായിരിക്കുന്ന, അതായത് സത്വഗുണമൂർത്തി എന്ന് പറയാം, അതാകട്ടെ എളുപ്പത്തിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നതാകുന്നു എന്നാണ്. തത്തു വ്യക്തം എന്ന് പറയുമ്പോൾ അതാകട്ടെ എളുപ്പത്തിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നതാകുന്നു. തത്തു വ്യക്തം എന്ന് പറയുമ്പോൾ അതാകട്ടെ എളുപ്പത്തിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നതാകുന്നു. ഏതാണ്? ശുദ്ധൈക സത്വം തത്തു വ്യക്തം എന്നാണ് പറഞ്ഞത്. ഏറ്റവും നിർമ്മലമായ സത്വഗുണം മാത്രമായിരിക്കുന്ന, അതായത് സത്വഗുണമൂർത്തി, തത്തു വ്യക്തം, അതാകട്ടെ എളുപ്പത്തിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നതാകുന്നു. അപ്പോ ശുദ്ധൈക സത്വം തത്തു വ്യക്തം, ഏറ്റവും നിർമ്മലമായ ശുദ്ധൈക സത്വം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും നിർമ്മലമായ സത്വഗുണം മാത്രമായിരിക്കുന്ന, അതായത് സത്വഗുണമൂർത്തി, തത്തു വ്യക്തം, അതാകട്ടെ എളുപ്പത്തിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നതാകുന്നു. രൂപമില്ലാത്ത ഈശ്വരനെ സാധാരണക്കാർക്ക് അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. രൂപത്തോടു കൂടിയ ഈശ്വരൻ, അതായത് സൗന്ദര്യം നിറഞ്ഞ, എല്ലാവിധ ഗുണങ്ങളും നിറഞ്ഞ ഗുരുവായൂരപ്പന്റെ രൂപം അറിയാൻ സാധാരണ ജനങ്ങൾക്ക് എളുപ്പമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ് ശുദ്ധൈക സത്വം തത്തു വ്യക്തം എന്ന്. ഏറ്റവും നിർമ്മലമായ സത്വഗുണം മാത്രമായിരിക്കുന്ന, അതായത് സത്വഗുണമൂർത്തി, അതാകട്ടെ തത്തു വ്യക്തം, അതാകട്ടെ എളുപ്പത്തിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നതാകുന്നു. പിന്നെ പറഞ്ഞു അപീച്ച ഏതത് ഏവ. അപീച്ച ഏതത് ഏവ പറയുമ്പോൾ അത്രയുമല്ല, അപീച്ച എന്ന് പറയുമ്പോൾ അത്രയുമല്ല, ഏതത് ഏവ എന്ന് പറയുമ്പോൾ ഈ അങ്ങയുടെ, അതായത് കൃഷ്ണാദി രൂപം തന്നെയാണ്. ഏതത് ഏവ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ ഈ അങ്ങയുടെ കൃഷ്ണാദി രൂപം തന്നെയാണ്, അതായത് അങ്ങയുടെ രൂപം തന്നെയാണ്. അപീച്ച ഏതത് ഏവ എന്ന് പറയുമ്പോൾ അത്രയുമല്ല, ഈ അങ്ങയുടെ, അതായത് കൃഷ്ണാദി രൂപം തന്നെയാണ്. അമൃതരസാംഭോധി കല്ലോല തുല്യം. അമൃതരസാംഭോധി കല്ലോല തുല്യം എന്ന് പറയുമ്പോൾ അമൃതരസമാകുന്ന കടലിലെ തിരമാലയ്ക്ക് തുല്യമായിരിക്കുന്നത്. അമൃതരസാംഭോധി കല്ലോല തുല്യം എന്ന് പറയുമ്പോൾ അമൃതരസമാകുന്ന കടലിലെ തിരമാലയ്ക്ക് തുല്യമായിരിക്കുന്നത്. അപ്പോ അപീച്ച ഏതത് ഏവ അത്രയുമല്ല ഗുരുവായൂരപ്പ ഈ അങ്ങയുടെ രൂപം തന്നെയാണ്, അതായത് കൃഷ്ണാദി രൂപം തന്നെയാണ്. അമൃതരസാംഭോധി കല്ലോല തുല്യം, അമൃതരസമാകുന്ന കടലിലെ തിരമാലയ്ക്ക് തുല്യമായി ഇരിക്കുന്നത്. അതായത് മോക്ഷസുഖമാകുന്ന കടലിലെ തിരമാല എന്ന് പറയാം. മോക്ഷസുഖമാകുന്ന കടലിലെ തിരമാല എന്ന് പറയാം. പിന്നെ സ്ഫുടമൃതരസാംഭോധി കല്ലോല തുല്യം എന്ന് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ഫുടം എന്ന് പറയുമ്പോൾ വ്യക്തമായിരിക്കുന്നത് കൊണ്ട്
സുഖമായി കണ്ട് ഭജിക്കും. സുഖമായി കണ്ട് ഭജിക്കാവുന്നത് എന്ന് സാരം. സ്ഫുടം എന്ന ശ്ലോകത്തിൽ പറയുന്നു. അതായത് വ്യക്തമായി ഇരിക്കുന്നത് കൊണ്ട്, വളരെ വ്യക്തമായിരിക്കുന്നത് കൊണ്ട് സുഖമായി കണ്ട് ഭജിക്കാവുന്നത് എന്ന് സാരം. പിന്നെ പറയണു തത് ഇഹ സർവോത്കൃഷ്ടാം അഭീഷ്ടാം എന്നൊക്കെ പറയണു. അതുകൊണ്ട് ഇവിടെ, തത് ഇഹ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇവിടെ, സർവോത്കൃഷ്ടാം അഭീഷ്ടാം എന്ന് പറയുമ്പോൾ എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എന്നൊക്കെ പറയാം. അഭീഷ്ടാം എന്നൊക്കെ പറയുമ്പോൾ അപ്പോ തത് ഇഹ സർവോത്കൃഷ്ടാം അഭീഷ്ടാം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇവിടെ സർവോത്കൃഷ്ടാം എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും, പിന്നെ ഗുണരസേന ഏവ ചിത്തം ഹരന്തീം, ഗുണരസേന ഏവ ചിത്തം ഹരന്തീം എന്ന് പറയുമ്പോൾ ഭക്തവാത്സല്യം, സൗന്ദര്യം തുടങ്ങിയ ഗുരുവായൂരപ്പ അങ്ങയുടെ ഗുണങ്ങളെ കൊണ്ട് തന്നെ ഭക്ത മനസ്സിനെ അപഹരിക്കുന്നതും ആയ. അപ്പോ അങ്ങയുടെ രൂപത്തിന്റെ വിശേഷണങ്ങൾ പറയണു. തത് ഇഹ അതുകൊണ്ട് ഇവിടെ സർവോത്കൃഷ്ടാം അഭീഷ്ടാം ഗുണരസേന ഏവ ചിത്തം ഹരന്തീം എന്നൊക്കെയാണ്. സർവോത്കൃഷ്ടാം അഭീഷ്ടാം ഗുണരസേന ഏവ ചിത്തം ഹരന്തീം തേ മൂർത്തിം അഹം സംശ്രയേ എന്ന് പറയണു. അപ്പോ തത് ഇഹ സർവോത്കൃഷ്ടാം അഭീഷ്ടാം ഗുണരസേന ഏവ ചിത്തം ഹരന്തീം തേ മൂർത്തിം അഹം സംശ്രയേ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അതുകൊണ്ട് ഇവിടെ എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും, പിന്നെ ഗുണരസേന ഏവ ചിത്തം ഹരന്തീം ഭക്തവാത്സല്യം, സൗന്ദര്യം തുടങ്ങിയ ഗുരുവായൂരപ്പ അങ്ങയുടെ ഗുണങ്ങളെ കൊണ്ട് തന്നെ ഭക്ത മനസ്സിനെ അപഹരിക്കുന്നതും ആയ തേ മൂർത്തിം അഹം സംശ്രയേ അങ്ങയുടെ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു. തത് ഇഹ സർവോത്കൃഷ്ടാം അഭീഷ്ടാം ഗുണരസേന ഏവ ചിത്തം ഹരന്തീം തേ മൂർത്തിം അഹം സംശ്രയേ അതുകൊണ്ട് ഇവിടെ ഗുരുവായൂരപ്പ എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഭക്തവാത്സല്യം, സൗന്ദര്യം തുടങ്ങിയ ഗുണങ്ങളെ കൊണ്ട് തന്നെ ഭക്തമനസ്സിനെ അപഹരിക്കുന്നതും ആയ തേ മൂർത്തിം അഹം സംശ്രയേ അങ്ങയുടെ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു. പിന്നെ പവനപുരപതേ കൃഷ്ണ മാം രോഗാത് പാഹി അല്ലയോ ഗുരുവായൂരപ്പ കൃഷ്ണ എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. പവനപുരപതേ കൃഷ്ണ മാം രോഗാത് പാഹി ഗുരുവായൂരപ്പ കൃഷ്ണ എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. ഒരു പ്രാവശ്യം കൂടി പറയാം. തേ അവ്യക്തം രൂപം ദുരധിഗമതമം ഗുരുവായൂരപ്പ അങ്ങയുടെ വ്യക്തമല്ലാത്ത സ്വരൂപം, അതായത് ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയാത്തതായ അങ്ങയുടെ ബ്രഹ്മസ്വരൂപം അറിയുന്നതിനും പ്രാപിക്കുന്നതിനും വളരെയധികം പ്രയാസമുള്ളതാകുന്നു. ദുരധിഗമതമം എന്ന് പറയുമ്പോൾ വളരെ അറിയുന്നതിനും പ്രാപിക്കുന്നതിനും വളരെയധികം പ്രയാസമുള്ളതാകുന്നു. ശുദ്ധൈകസത്വം തത്തു വ്യക്തം ഏറ്റവും നിർമ്മലമായ സത്വഗുണം മാത്രമായിരിക്കുന്ന, അതായത് സത്വഗുണമൂർത്തി
അതാകട്ടെ തത്തുവ്യക്തം, അതാകട്ടെ എളുപ്പത്തിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നതാകുന്നു. രൂപമില്ലാത്ത ഈശ്വരനെ സാധാരണക്കാർക്ക് കാണാനും അറിയാനും ഒക്കെ ബുദ്ധിമുട്ട്. പക്ഷേ ഈ രൂപം, അതായത് ശുദ്ധൈക സത്വം തത്തു വ്യക്തം എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. ഏറ്റവും നിർമ്മലമായ സത്വഗുണം മാത്രമായിരിക്കുന്ന, അതായത് ഗുരുവായൂരപ്പ സത്വഗുണമൂർത്തി, അതാകട്ടെ തത്തു വ്യക്തം, അതാകട്ടെ എളുപ്പത്തിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നതാകുന്നു. അപീച്ച, അത്രയുമല്ല, അപീച്ച എന്ന് പറയുമ്പോൾ അത്രയുമല്ല, ഏതത് ഏവ, ഈ അങ്ങയുടെ രൂപം, അതായത് കൃഷ്ണാദി രൂപം തന്നെയാണ് എന്നാണ്. ഏതത് ഏവ, അപീച്ച ഏതത് ഏവ എന്ന് പറയുമ്പോൾ അത്രയുമല്ല, ഈ അങ്ങയുടെ രൂപം, അതായത് കൃഷ്ണാദി രൂപം തന്നെയാണ്. അമൃതരസാംഭോധി കല്ലോല തുല്യം, അമൃതരസമാകുന്ന കടലിലെ തിരമാലയ്ക്ക് തുല്യമായി ഇരിക്കുന്നത്. അമൃതരസാംഭോധി കല്ലോല തുല്യം എന്ന് പറയുമ്പോൾ അപീച്ച ഏതത് ഏവ അമൃതരസാംഭോധി കല്ലോല തുല്യം എന്ന് പറയുമ്പോൾ അത്രയുമല്ല ഗുരുവായൂരപ്പ, ഏതത് ഏവ, ഈ അങ്ങയുടെ രൂപം, അതായത് കൃഷ്ണാദി രൂപം തന്നെയാണ് അമൃതരസമാകുന്ന കടലിലെ തിരമാലയ്ക്ക് തുല്യമായിരിക്കുന്നത്. അതായത് മോക്ഷസുഖമാകുന്ന കടലിലെ തിരമാല എന്ന് പറയാം. പിന്നെ ശ്ലോകത്തിൽ സ്ഫുടം എന്നൊരു വാക്കുണ്ട്. സ്ഫുടം അമൃതരസാംഭോധി കല്ലോല തുല്യം എന്നൊക്കെ പറയുന്നു. സ്ഫുടം എന്ന് പറയുമ്പോൾ വ്യക്തമായിരിക്കുന്നത് കൊണ്ട്, സ്ഫുടമായിരിക്കുന്നത് കൊണ്ട് എന്ന് പറയാം. സുഖമായി കണ്ട് ഭജിക്കാവുന്നത് എന്ന് സാരം. സ്ഫുടം എന്ന് പറയുമ്പോൾ വ്യക്തമായിരിക്കുന്നത് കൊണ്ട് സുഖമായി കണ്ട് ഭജിക്കാവുന്നത്. തത് ഇഹ സർവോത്കൃഷ്ടാം അഭീഷ്ടാം ഗുണരസേന ഏവ ചിത്തം ഹരന്തീം തേ മൂർത്തിം അഹം സംശ്രയേ. തത് ഇഹ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇവിടെ, തത് ഇഹ അതുകൊണ്ട് ഇവിടെ, സർവോത്കൃഷ്ടാം അഭീഷ്ടാം എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും, ഗുണരസേന ഏവ ചിത്തം ഹരന്തീം തേ മൂർത്തിം അഹം സംശ്രയേ, ഭക്തവാത്സല്യം സൗന്ദര്യം തുടങ്ങിയ ഗുണങ്ങളെ കൊണ്ട് തന്നെ ഭക്ത മനസ്സിനെ അപഹരിക്കുന്നതും ആയ അങ്ങയുടെ മൂർത്തിയെ, അങ്ങയുടെ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു. അപ്പോ തത് ഇഹ സർവോത്കൃഷ്ടാം അഭീഷ്ടാം ഗുണരസേന ഏവ ചിത്തം ഹരന്തീം തേ മൂർത്തിം അഹം സംശ്രയേ. അതുകൊണ്ട് ഇവിടെ എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും, ഗുണരസേന ഏവ ചിത്തം ഹരന്തീം ഭക്തവാത്സല്യം സൗന്ദര്യം തുടങ്ങിയ ഗുണങ്ങളെ കൊണ്ട് ഭക്തമനസ്സിനെ അപഹരിക്കുന്നതും ആയ തേ മൂർത്തിം അഹം സംശ്രയേ, ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു. പവനപുരപതേ കൃഷ്ണ മാം രോഗാത് പാഹി. അല്ലയോ ഗുരുവായൂരപ്പ കൃഷ്ണ, എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. പവനപുരപതേ കൃഷ്ണ മാം രോഗാത് പാഹി. ഗുരുവായൂരപ്പ കൃഷ്ണ, എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. ഒന്നാമത്തെ ദശകം 4-ാം ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചതാണല്ലോ കുട്ടികളെ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ
നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതായത് ചലനമില്ലാത്തത്, എന്നും നിറഞ്ഞിരിക്കുന്നത്, വളരെയധികം ആനന്ദമാകുന്ന അമൃത് നിറഞ്ഞ്, വളരെയധികം ആനന്ദമാകുന്ന, പരമാനന്ദമാകുന്ന അമൃത് നിറഞ്ഞത്, ഉള്ളിൽ ലയിച്ചിരിക്കുന്ന അനേകം മോക്ഷം പ്രാപിച്ച ജീവന്മാരുടെ സമൂഹത്തോട് കൂടിയത് നിർലീനാനേക മുക്താവലി എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന അനേകം മോക്ഷം പ്രാപിച്ച ജീവന്മാരുടെ സമൂഹത്തോടു കൂടി വിളങ്ങുന്നത്, അങ്ങനെയൊക്കെയുള്ളതായ ബ്രഹ്മമാകുന്ന സമുദ്രം ആണ്. അതിൻ്റെ വിശേഷണങ്ങളാണ് പറഞ്ഞ നിഷ്കമ്പേ നിത്യപൂർണ്ണേ എന്നൊക്കെ, ചലനമില്ലാത്തത്, എന്നും നിറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ. അങ്ങനെയുള്ള ബ്രഹ്മമാകുന്ന സമുദ്രം, ആ സമുദ്രത്തിൽ തിരമാല പോലെ ശോഭിക്കുന്ന സത്വഗുണമൂർത്തിയായ ഗുരുവായൂരപ്പ, അങ്ങ് നിഷ്കള ബ്രഹ്മം തന്നെയാണ്. സമുദ്രത്തിനും തിരമാലയ്ക്കും തമ്മിൽ വ്യത്യാസമില്ല. അതുപോലെ ഗുരുവായൂരപ്പ, അങ്ങും ബ്രഹ്മവും ഒന്ന് തന്നെ. അതായത് ഗുരുവായൂരപ്പ, അങ്ങ് സാക്ഷാൽ ബ്രഹ്മം തന്നെ.